കർഷക സമരം 12ാം ദിവസം. സമരത്തിനിടെ കർഷകർ മരിച്ച പശ്ചാത്തലത്തിൽ കർഷക സംഘടനകൾ പ്രഖ്യാപിച്ച ദില്ലി ചലോ മാർച്ച് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. സമരത്തിനിടെ ഇതുവരെ 5 കർഷകർ മരിച്ചുവെന്നാണ് കർഷക സംഘടനാ നേതാക്കൾ വ്യക്തമാക്കുന്നത്. അതേസമയം കർഷകർ പഞ്ചാബ്, ഹരിയാന അതിർത്തികളിൽ തന്നെ സമരവുമായി തുടരും. വിഷ്ണു തലവൂരുട്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. വിഷ്ണു, കർഷക സമരം 12ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ അതിനെ ഏത് വിധേനയും അടിച്ചമർത്താനുള്ള ശ്രമങ്ങളാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. എന്നാൽ അതിനെയൊക്കെ കർഷകർ പ്രതിരോധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അതിന്റെ വിവരങ്ങൾ? കീർത്തി, നിലവിൽ കർഷക സമരം 12ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കർഷകർ പഞ്ചാബ്, ഹരിയാന അതിർത്തികളായിട്ടുള്ള ഖനൌരിയിലും ശംഭൂരും തന്നെ തുടരാനായിട്ടുള്ള തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ കർഷകർ അറിയിച്ചിരിക്കുന്നത് ശുഭകരൺ സിംഗിന് ഒരു നീതി ലഭിക്കും വരെ ദില്ലി ചലോ മാർച്ച് ഉണ്ടാകില്ല, പകരം ഈ പഞ്ചാബ്, ഹരിയാന അതിർത്തികളിൽ തന്നെ സമരവുമായി തുടരും എന്നതാണ്. അതോടൊപ്പം കർഷകർ സംഘടനകളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ശുഭകരൺ സിംഗിന്റെ പോസ്റ്റ്മോർട്ടം ഇതുവരെ നടത്തിയിട്ടില്ല. FIR രജിസ്റ്റർ ചെയ്ത് ഹരിയാന പോലീസിനെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കാതെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് അനുമതി നൽകില്ല എന്നതാണ് കർഷക സംഘടനകളും കുടുംബവും അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ പഞ്ചാബ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഈ ശുഭകരൺ സിംഗിന്റെ കുടുംബത്തിന് 1 കോടി രൂപയുടെ നഷ്ടപരിഹാരവും അതോടൊപ്പം തന്നെ ശുഭകരൺ സിംഗിന്റെ സഹോദരിക്ക് ജോലിയും പഞ്ചാബ് സർക്കാർ ചെയ്തിരുന്നു. പക്ഷേ കുടുംബം വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ പണമോ ജോലിയോ അല്ല വേണ്ടത്, മറിച്ച് മകന് നീതിയാണ് വേണ്ടത് എന്നൊരു കാര്യം ശുഭകരൺ സിംഗിന്റെ കുടുംബം ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ്. എന്തായാലും അതിന്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിലാണ് ശുഭകരൺ സിംഗിന് നീതി ലഭിക്കും വരെ ഈ പഞ്ചാബ് അതിർത്തിയിൽ തന്നെ സമരവുമായി തുടരാൻ കർഷക സംഘടനകൾ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ഈ സമരത്തിന് കൂടുതൽ പിന്തുണ ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സംയുക്ത കിസാൻ മോർച്ച കൂടി ഈ കർഷക സമരത്തിന് ഒരു പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. നിലവിൽ അത്തരത്തിൽ സംയുക്ത കിസാൻ മോർച്ചയും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പഞ്ചാബിലെ കർഷക സംഘടനകളും തമ്മിൽ ഒരു കോമൺ പ്ലാറ്റ്ഫോം രൂപീകരിച്ചുകൊണ്ട് കൂടുതൽ ചർച്ചകൾ നടത്തി സമരം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിലടക്കം ഒരു തീരുമാനം എടുത്തേക്കുമെന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം, കർഷക സംഘടനകൾ പറയുന്ന കണക്ക് പ്രകാരം 5 കർഷകരാണ് ഇതിനോടകം തന്നെ ഈ അതിർത്തികളിൽ മരിച്ചത് എന്നതാണ് കർഷക സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമരം കൂടുതൽ ശക്തമാക്കാനായിട്ടുള്ള തീരുമാനമാണ് സംഘടനകൾ കൈക്കൊണ്ടിട്ടുള്ളത്. കീർത്തി, ശരി, വിഷ്ണുവാണ് ആ വിവരങ്ങൾ.